നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ക്രിക്കറ്റിനെ കുറിച്ചാണ്. എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടിനുമൊപ്പം MSK ചേർന്നു. കാരണം മറ്റൊന്നുമല്ല, വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിനായി സീനിയർ ക്രിക്കറ്റ് തലത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓൾഡ് ട്രഫോർഡിൽ ഇംഗ്ലണ്ടിനെതിരെ T20 മത്സരം കളിച്ചുകൊണ്ട് ഇന്ത്യയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്നു സീനിയർ ടീമിൻ്റെ. സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ നിരാശപ്പെടുത്തുന്ന ഒരു സ്കോർ ആണെങ്കിൽ പോലും അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്ന ആ ബാറ്റിംഗ് സമീപനം അത് അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും മത്സരത്തിലേക്ക് വിശദമായി വരാം. ഇന്ത്യ 4 വിക്കറ്റിന് മത്സരം തോറ്റു. പക്ഷേ ഈ മത്സരത്തെ വ്യത്യസ്തമാക്കുന്നത് വൈഭവ് സൂര്യവംശിയുടെ സാന്നിധ്യം തന്നെയാണ്. MSK, നമ്മൾ കഴിഞ്ഞ കുറേ കാലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, IPL കഴിഞ്ഞതിന് പിന്നാലെ തന്നെ എപ്പോൾ വൈഭവിന് അരങ്ങേറ്റം കുറിക്കാൻ അവസരമുണ്ടാകുന്നു. അയർലൻഡിൽ അദ്ദേഹത്തിന് അവസരം നൽകിയില്ല. അതിന് വ്യക്തമായ കാരണം ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള രീതിയിൽ ഒരു ഭാഗത്ത് സഞ്ജു നിരന്തരം പരാജയപ്പെടുന്ന ഘട്ടത്തിൽ വിമർശനങ്ങൾ എതിർപ്പ് ഉന്നയിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന് ടീമിലേക്ക് സ്ഥാനം ലഭിക്കുന്നു. അദ്ദേഹം കളിക്കുന്നു. ആ കളി അഭിനന്ദിക്കാൻ കാരണമെന്ന് പറയാൻ ആർച്ചറെ അടക്കം അദ്ദേഹം 6ന് ശിക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഒരരങ്ങേറ്റക്കാരൻ്റെ, അതും ഒരു 15-കാരനിൽ കാണേണ്ടുന്ന യാതൊരുവിധ പരിഭ്രമവും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന വൈഭവ് സൂര്യവംശിയിൽ കണ്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ അതിൽ പ്രത്യേകം പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റേറ്റർമാരടക്കം. അപ്പോൾ ആ ഒരു സമീപനം, ബാറ്റിംഗ് സമീപനം ലോകത്തെ ഏത് ബൗളർ വന്നാലും അടിക്കാൻ കഴിയും. അതും പ്രത്യേകിച്ചും ഒരു പ്രതികൂല സാഹചര്യത്തിൽ. ഇന്ത്യയിൽ കളിച്ച പോലുള്ള സാഹചര്യമായിരുന്നില്ല. അയർലൻഡ് അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നില്ല. എങ്ങനെയാണ് മുന്നോട്ടുള്ള കാഴ്ചപ്പാടിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും വൈഭവിന്റെ സാന്നിധ്യം വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഈ ഒരു ഏജിൽ നമ്മൾക്കറിയാം, ഒരുപാട് കാലങ്ങളായി സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു വൈഭവ് ഏത് സമയം അരങ്ങേറും എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ വൈഭവ് അരങ്ങേറി. അതിനൊപ്പം തന്നെ ആർച്ചറെ അടിച്ച ആ ഒരു 6ൽ തന്നെ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്നെ വരവ് അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എങ്കിൽ കൂടിയും പരാതികളില്ല എന്നുള്ള വാക്ക് പിൻവലിക്കണം. കാരണം പരാതികളുണ്ട്. സഞ്ജു സാംസൺ ഒഴിവാക്കി എന്നുള്ളത് ഒരു പരാതിക്ക് കാരണം തന്നെയാണ്. കാരണം സഞ്ജു ഡിസേർവിംഗ് ആയി. മേ ബി വൈഭവ് വന്നപ്പോൾ പോലും സഞ്ജു ഡിസേർവിംഗ് ആണ്. സഞ്ജുവിനെ ആ ടീമിൽ ഉൾപ്പെടുത്താമായിരുന്നു. സഞ്ജുവിനെ 3rd പൊസിഷനിലേക്ക് കളിപ്പിക്കാമായിരുന്നു. വൈ തിലക് എന്നുള്ള ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. തിലകിന് ഇത്രയും അവസരങ്ങൾ നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്നുള്ളത് തിലകുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വൈഭവിന് ക്യാപ്പ് നൽകിയത് തിലകിനെ കൊണ്ട് ക്യാപ്പ് നൽകിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം തിലകിൽ നിന്നൊന്നും നമ്മൾ എടുത്ത് ഇത് കളയുന്നൊന്നുമില്ല. എങ്കിൽ കൂടിയും വൈഭവിനെ പോലുള്ള, അതായത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അരങ്ങേറ്റക്കാരൻ വൈഭവ് സൂര്യവംശിക്ക് ക്യാപ്പ് നൽകാനായിട്ട് വിളിച്ചിരിക്കുന്നത് തിലകിനെയാണ്, തിലക് വർമ്മയാണ്. അവിടെ ഒരുപാട് പ്രമുഖരായ താരങ്ങൾ ഉണ്ടായിരുന്നു. ഈവൻ നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഈ ക്യാപ്പ് കൊടുക്കുന്ന സമയത്ത് രാഹുൽ ദ്രാവിഡ് ഉണ്ടാക്കിയ ഒരു കസ്റ്റം ഉണ്ടായിരുന്നു. രാഹുൽ ദ്രാവിഡുള്ള സമയത്ത് ഈ ആർക്കെങ്കിലും ക്യാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ കളിക്കാർ, അതും ഈ ക്രിക്കറ്റിലെ മജീഷ്യൻസിനെയൊക്കെയാണ് അദ്ദേഹം ക്ഷണിച്ചിരുന്നത്. രാഹുൽ ദ്രാവിഡ് അല്ല ഇപ്പോൾ ഇന്ത്യൻ കോച്ച് അതല്ല. അപ്പം ആ ഒരു കസ്റ്റം, അതായത് ഒരാൾക്കൊരു അരങ്ങേറ്റ ക്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. അയാളുടെ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്ന ഒരു സംഭവമാണ്. അത് ആര് നൽകി എന്നുള്ളത് പോലും പ്രസക്തമാണ്. അപ്പൊ ആ ഒരു സമയത്ത് വൈഭവിന് ക്യാപ്പ് നൽകാൻ തിലകിനെ വിളിച്ചത് ശരിയായോ എന്നുള്ളൊരു ചോദ്യം. തിലക് ഇന്ത്യൻ ടീം കളിക്കുന്ന അദ്ദേഹത്തിന്റെ സാധാരണമല്ല. ഇക്കാര്യത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഞാൻ രേഖപ്പെടുത്തുന്നു. എന്തോ വലിയ പാതകം ചെയ്ത പോലെ, നമ്മളിപ്പോ എന്തിനാണ് ഓടിപ്പിച്ച പോലെയാണ് MSK പറയുന്നത്. ആ രീതിയിൽ തിലകിനെ മോശമാക്കണ്ട. സ്ഥാനം ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഒരു ക്യാപ്പ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് ഒരു കളിക്കാരൻ പുതുതായിട്ട് വരുന്ന സമയത്ത് അയാൾക്ക് ആരാണ് ക്യാപ്പ് നൽകിയത് എന്നത് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇന്ത്യൻ താരമായ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായ കമന്റ് ബോക്സിൽ നമ്മുടേതായ അഭിപ്രായം ഉണ്ടാവില്ലേ? ഒരാൾ ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാമിന് ഒരു സെലിബ്രിറ്റിയെ പിന്നെ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ആ പ്രോഗ്രാമിനൊരു എപ്പോഴും മനസ്സിലാവുന്നില്ല. അതായത് വേറെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ കൂടെ ക്രിക്കറ്റ് ബോർഡും ഇന്ത്യൻ T20 ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ തിലക് വർമ്മയെ കൊണ്ടല്ലേ കൊടുപ്പിക്കുന്നത്. തിലക് പാതകം ചെയ്ത പോലെയാണ് പറയുന്നത്. തിലക് പാതകം ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. തിലക് പാതകം ചെയ്തു എന്നല്ല. തിലകൊന്നും ചെയ്തിട്ടില്ല. തിലകിന് പകരം അവിടെ ആര് കൊടുക്കുന്നതാണ്, ബോക്സ് തന്നെ രവിശാസ്ത്രി ആര് കൊടുക്കണമായിരുന്നു. ഞാൻ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണ്. ഒന്നെങ്കിൽ ക്യാപ്റ്റൻ കൊടുക്കണമായിരുന്നു, ശ്രേയസ് അയ്യർ കൊടുക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ വൈസ് ക്യാപ്റ്റനാണ് കൊടുത്തത്. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ഇതേപോലെ തന്നെ അവർ പുതിയൊരു കളിക്കാരന് ക്യാപ്പ് കൊടുക്കുന്ന സമയത്ത് വരാറുള്ളത് തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ഏറ്റവും പ്രൂവൺ ആയിട്ടില്ലെങ്കിലും ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൊടുക്കാറുള്ളത്, ക്യാപ്പ് കൊടുക്കാറുള്ളത്. ഇവിടെയും നമുക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈവൻ ഗൗതം ഗംഭീർ കൊടുത്താൽ പോലും കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനൊപ്പം തന്നെ കമന്ററി ബോക്സിൽ രവിശാസ്ത്രി പോലുള്ള ആൾക്കാരുണ്ട്, സുനിൽ ഗവാസ്കറിനെ പോലുള്ള ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സാധാരണഗതിയിൽ കൈമാറ്റം ചെയ്യുന്നത്. രവിശാസ്ത്രി വന്നിട്ട് എന്തിനാണ് ക്യാപ്പ്
ഗ്യാപ്പ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ല അങ്ങനൊരു ശീലം രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റനെ ഈ കോച്ചായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് കളി ക്രിക്കറ്റ് മാഞ്ചസ്റ്ററിലായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ഒന്ന് കൊടുക്കണമെന്ന് പറയാഞ്ഞത് ഭാഗ്യം. നമുക്ക് പോയിന്റിലേക്ക് വരുന്നു. പോയിന്റിലേക്ക് വരും. അല്ല എന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊന്നും ഇതാണ്. കാരണം തിലകിനെ കൊണ്ട് കൊടുപ്പിച്ചത് വൈഭവ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അരങ്ങേറ്റത്തിന് തിലകായിരുന്നു കൊടുക്കേണ്ടതെന്ന് ഒരു ഔചിത്യക്കുറവ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു പ്രോട്ടോകോൾ ഇനി അതുകൊണ്ടായിരിക്കും സൂപ്പർസ്റ്റിഷൻസ് പ്രകാരം അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കുമോ ഈ 14 പുറത്തായതെന്നുള്ള. നമ്മളിപ്പോ എല്ലാത്തിനും ഒരു പ്രോട്ടോകോളും മറ്റൊക്കെ നിശ്ചയിക്കാറുണ്ട്, ആർക്ക് എന്ത് കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അവിടെ ഒരു പ്രോട്ടോകോൾ എന്ന രീതിയിൽ തിലകിനെ കൊടുത്തുകൊണ്ട് തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷെ തിലക് ഒരു ചേരുന്ന ഒരു കാഴ്ചയായിരുന്നില്ല വൈഭവിനെ. ശരി, അത് സംഭവിച്ചു. അവിടെ ഒരു ഫോൾട്ട് വന്നു നമുക്ക് സംഭവിക്കാം. എങ്കിൽ പോലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സഞ്ജുവിനെ കൂടി ടീമിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. ഇപ്പം 3-ാം പൊസിഷൻ അദ്ദേഹത്തെ ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെ നമ്മൾ അതായത് ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 ഫ്ലോപ്പുകളുടെ പേരിലാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നതെങ്കിൽ ഇതേ മനുഷ്യൻ തന്നെയാണ് നമുക്കൊരു ലോകകപ്പ് നേടിത്തന്നത്. അപ്പം അദ്ദേഹത്തോട് നടത്തിയ ഒരു നീതികേടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കളിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഇന്ത്യയുടെ ഒരു സ്പിന്നർ 3 നോബോൾ എറിയുക എന്നുള്ളത് പറയുമ്പോൾ അതൊരു വലിയൊരു പാതകമാണ്. ശരിക്കും നേരത്തെ പറഞ്ഞത് തിലകിൻ്റെത് പാതകം അല്ലെങ്കിൽ കൂടിയും അത് പാതകം, ഇത് പാതകമാണ്. അതായത് ഒരു മത്സരത്തിൽ അല്ല, ഒരു പേസ് ബോളറാണ് നോബോൾ എറിയുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് ഔട്ടും അത് ദൂരം നിന്ന് ഓടി വരികയാണ്, അത്രയും സ്റ്റെപ്പ് ഓടി വരുവാണ്, അതൊരു നോബോൾ വരികയാണെങ്കിൽ ഓക്കെ, നമുക്കത് നോബോൾ ക്രൈം തന്നെയാണ്. പേസർക്ക് തുല്യമായിട്ടുള്ള ബോളിംഗ് ആക്ഷൻ അദ്ദേഹം വരുന്നത്. അല്ല, പക്ഷെ ഒരു സ്പിന്നർ അതും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് 3 നോബോളുകൾ എറിയുന്നു. 3 നോബോൾ എറിഞ്ഞു മാത്രമല്ല 29 റൺസ്. അതായത് 28 പന്തിൽ 58 റൺസ് വേണ്ട അവസ്ഥയിലാണ് അദ്ദേഹം വന്ന് 29 റൺസ് കൊടുക്കുന്നത്. മാത്രമല്ല മറുഭാഗത്ത് അത് സമയത്ത് നമ്മൾ അത് ഒട്ടും വില കുറച്ച് കാണുന്നത് ബഥേൽ എന്ന് പറയുന്ന ക്ലിനിക്കലി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് മുന്നിലേക്കാണ് അദ്ദേഹം വരുന്നത്. അവസാന ഘട്ടങ്ങളിൽ നമുക്ക് ശരിയാണ്, ഒരു ഘട്ടത്തിൽ 5-ന് 155 എന്ന നിലയിൽ തകർന്നു പോകുന്ന 2 ഭാഗത്തേക്കും കളി മാറി മറിയാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ വന്ന 29 റൺസ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ മറുഭാഗത്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആരാണെന്നുള്ളതാണ്. 46 പന്തിൽ 76 റൺസ് അല്ലേ അദ്ദേഹത്തിന്റെ സ്കോർ ബോർഡ് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അവരുടെ പിന്നെ മറ്റൊന്ന് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ഗെയിമിന് മുമ്പ് നടന്ന ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് അടിച്ചു കൂട്ടിയത് 304 റൺസാണ്. അത് ദക്ഷിണാഫ്രിക്കക്കെതിരെയായിരുന്നു. യാൻസിന് അടക്കമുള്ളവർ 60+ റൺസ് വഴങ്ങിയ ഒരു ഗ്രൗണ്ടാണിത് എന്ന് നമ്മൾ മറക്കരുത്. അന്ന് ഫിൽസാൾട്ടും പിന്നെ ഓപ്പണറായിട്ടിരുന്ന ഇറങ്ങിയ ജോസ് ബട്ട്ലറും ചേർന്നാണ് ആ ഓപ്പണിംഗ് സ്റ്റാൻഡ്. അതിൽ ഫിൽസാൾട്ടിൻ്റെ മാരകമായ ഇന്നിങ്സ് വന്ന മാച്ചായിരുന്നു അത്. 140 റൺസ്, 60 പന്തിൽ 140 റൺസിൻ്റെ ഒരു ഇന്നിങ്സ്. ബട്ട്ലർ അതേപോലെ 80+ റൺസ് എടുക്കുന്നു. അങ്ങനെ പറഞ്ഞ ഒരു മത്സരം നടന്നതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന 2ാമത്തെ മത്സരമാണ്. ഇതിനിടയിൽ 7-8 മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ്. ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബാറ്റിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഈ പ്രകടനം വന്നത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ നമുക്ക് രവി ബിഷ്ണോയെ ന്യായീകരിക്കേണ്ടി വരും ഒരു ഘട്ടത്തിൽ. മറുഭാഗത്ത് ക്ലിയർ ടച്ചോടുകൂടി ക്ലിനിക്കലായിട്ട് ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബഥേൽ എന്ന അയാൾക്ക് ബാറ്റിംഗ് ടച്ചിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമാണത്. ഈ ടീം സെലക്ഷൻ തന്നെ നമുക്ക് ഇത്ര സ്പിന്നേഴ്സിനെ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. കാരണം സീമിംഗ് കണ്ടീഷനാണ് ഇംഗ്ലണ്ടിലെ പിച്ചുകൾക്ക് നമുക്കിപ്പോൾ 3 സ്പിന്നേഴ്സാണുള്ളത്: അക്സർ പട്ടേൽ, രവി ബിഷ്ണോയ്, വരുൺ ചക്രവർത്തി. അപ്പം അതിൽ ഈ 3 പേര് രവി ബിഷ്ണോയി ടീമിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം പോലും പ്രസക്തമാണ്. കാരണം ഇംഗ്ലണ്ടിലെ കണ്ടീഷൻസ് നമുക്ക് വർഷങ്ങളായിട്ട് നമുക്ക് അറിയുന്ന ഒരു സംഭവം. ഓൾഡ് ട്രാഫോർഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ബാറ്റിംഗ് കണ്ടീഷൻ മാത്രമല്ല. അല്ല, പക്ഷേ നോർമലി ഒരു 2 സ്പിന്നേഴ്സിനെ യൂസ് ചെയ്താൽ മതിയായിരുന്നു. അക്സർ 2 പേര് ഓൾറെഡി ഉണ്ട്. അപ്പം 3 സ്പിന്നേഴ്സിനെ യൂസ് ചെയ്തിട്ട് കളിക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിലെ സീമിംഗ് കണ്ടീഷൻ അതിന് ഉപയുക്തമാണോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. പിന്നെയുള്ളത് പലപ്പോഴും ഈ ശ്രേയസ് അയ്യർ അദ്ദേഹം സ്പിന്നേഴ്സിനെ ഏതൊക്കെ ഓവറുകൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ IPL തന്നെ കണ്ടിട്ടുണ്ട്. IPL അദ്ദേഹത്തിൻ്റെ ടീമിലായിരുന്നു യശ്വേന്ദ്ര ചഹൽ എന്ന ഒരു വേൾഡ് ക്ലാസ് സ്പിന്നർ ഉണ്ടായിരുന്നത്. യശ്വേന്ദ്ര ചഹൽ രാജസ്ഥാനിലുള്ള സമയത്ത് സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റൻ അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ഡെത്ത് ഓവറിൽ പോലും സ്ഥിരമായിട്ട് 4 ഓവർ അദ്ദേഹം ബോൾ ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് വിക്കറ്റുകൾ വാരിക്കൂട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഈ IPL നമുക്കറിയാം, സ്പിന്നേഴ്സിന് പല മത്സരത്തിലും ചാഹലിന് പന്ത് പോലും കിട്ടിയില്ല. അദ്ദേഹം പ്ലേയിങ്ങിന് ചാഹൽ ഏറ്റവും കൂടുതൽ നിർഭാഗ്യവാനായിട്ടുള്ള ബൗളറായിരുന്നു ഈ കഴിഞ്ഞ സീസണിൽ. കാരണം അദ്ദേഹത്തിന് ഏറ്റവും ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് അതിനൊപ്പം തന്നെ ചാഹലിന് കൃത്യമായിട്ട് യൂസും ചെയ്തിരുന്നില്ല. ചാഹലിന് പലപ്പോഴും ഒരു ഓവർ കൊടുത്തു അല്ലെങ്കിൽ ബോൾ ചെയ്യാത്ത മത്സരങ്ങൾ പോലും ഉണ്ടായിരുന്നു. അപ്പം ഒരു സ്പിന്നറെ യൂസ് ചെയ്യുന്നതിൽ T20 ഗെയിമിൽ ഒരു സ്പിന്നറെ യൂസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ടാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ശ്രേയസ് അയ്യർ IPL ഒരു സ്പിന്നറെ കൃത്യമായി യൂസ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മത്സരത്തിലും രവി ബിഷ്ണോയ്ക്ക് ആ ഓവർ നൽകിയതോടുകൂടി അദ്ദേഹം അത്രയും സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ 2 നോബോളുകൾ എറിയുന്നു, 29 റൺസ് വഴങ്ങുന്നു. തീർച്ചയായിട്ടും ആ ഓവർ തന്നെയാണ് വലിയ നിർണായകമായിട്ടുള്ള ഒരു സംഭവമായി മാറിയത്.
തീർച്ചയായിട്ടും. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഞാൻ വേണമെങ്കിൽ പറയാം. പവർ പ്ലേയിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഫസ്റ്റ് ആദ്യത്തെ ഓവർ മാരക ഓവറായിരുന്നു അർഷദീപ് സിംഗിൻ്റെ. 2 വിക്കറ്റ് വെരി ഫസ്റ്റ് ബോളിൽ തന്നെ അദ്ദേഹം ഫിൽ സാൾട്ടിനെ മടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ മത്സരത്തിൽ 140 റൺസ് ഇതേ ഗ്രൗണ്ടിലെടുത്ത ഫിൽ സാൾട്ടിനെ മടങ്ങുന്നുണ്ട്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് മടങ്ങുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു. ഡക്കായി മടങ്ങുമ്പോൾ ഫിൽ സാൾട്ടിന് ചിരി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ. ജോസ് ബട്ട്ലറും ആ ഓവറിൻ്റെ അവസാനം പോകുന്നു. അതിനുശേഷം വരുന്ന കൂട്ടുകെട്ട് രണ്ടാമത്തെ ഓവറിലേക്ക് വരുമ്പോൾ അക്സറിന് അടി വാങ്ങി കൂട്ടും തുടങ്ങുകയായിരുന്നു. അതിനുശേഷം ഒരു ബൗളിംഗ് ചേഞ്ച് വരുത്തുന്നതാണ് ഈ പറയുന്ന രീതിയിൽ രവി ബിഷ്ണോയെ കൊണ്ടുവരുന്നുണ്ട് ആദ്യ ഓവറിൽ പവർ പ്ലേയിൽ തന്നെ. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ ഉയർത്തിയ 190 റൺസ് എന്നുള്ളത് റീസണബിൾ ടോട്ടൽ തന്നെയായിരുന്നു ഈ ഗ്രൗണ്ടിൽ. അതായത് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് വിൻഡി കണ്ടീഷൻസ് ആയിരുന്നു. ബൗളിങ്ങിനെ തുടക്കത്തിൽ സ്വാധീനിക്കുന്ന സഹായിക്കുന്ന ഇതായിരുന്നു. ആദ്യ പന്തുകൾ നേരിടാൻ അഭിഷേക് ശർമ്മ അടക്കം ബുദ്ധിമുട്ടും നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വൈഭവിൻ്റെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് നമ്മൾ പറയേണ്ട കാര്യം. അദ്ദേഹം ഒരു മടിയും കൂടാതെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആർച്ചർ ഈ മത്സരത്തിന് മുമ്പ് ആർച്ചറിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് വൈഭവിനെതിരെ കരുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കളത്തിൽ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്ന് കളത്തിൽ കാണിക്കാൻ കഴിഞ്ഞില്ല. ആർച്ചർ പന്തെറിയുന്ന ഒരു ഘട്ടത്തിലേ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ തവണ അത് വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂസിലൻഡ് താരത്തിനെതിരെ എറിഞ്ഞിട്ടുള്ള പേസ് ആ സമാനമായിട്ടുള്ള ആ ഒരു വാർ ഉണ്ടായിരുന്നല്ലോ ഗ്ലെൻ ഫിലിപ്സുമായിട്ടുണ്ടാവുന്ന ആ തരത്തിലുള്ളൊരു ആക്രമണം അദ്ദേഹം ഒരുപക്ഷെ വൈഭവിനെതിരെ കരുതി വെച്ചിട്ടുണ്ടാകുമെന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത്രയധികം ഇന്നിങ്സ് നീണ്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. വൈഭവ് പെട്ടെന്ന് പോവുകയും ചെയ്തു. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ ഒരു ന്യായീകരിക്കാവുന്ന ടോട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഓവർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മത്സരത്തോടു കൂടി വിമർശനം നേടാൻ സാധ്യതയുണ്ടോ? ശ്രേയസർ പക്ഷേ ബാറ്റ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുമുണ്ട് ഈ കളിയിൽ. അതിലേക്ക് വരാം. അതിനു മുമ്പ് ടീമിൻ്റെ നമ്മൾ ഘടന എടുത്ത് നോക്കുമ്പോൾ വൈഭവ് ഒരു 15-കാരൻ്റെ അരങ്ങേറ്റം സച്ചിൻ ടെണ്ടുൽക്കറാണ് 37 വർഷം മുമ്പുള്ള റെക്കോർഡ് പൊട്ടിച്ചുകൊണ്ട് വൈഭവ് വരുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് വൈഭവിൻ്റെ ഓവർസീസ് കണ്ടീഷനിലെ ബാറ്റിങ്. ഇൻ്റർനാഷണൽ ജേഴ്സിയിൽ സീനിയർ ജേഴ്സിയിൽ വൈഭവിൻ്റെ പ്രകടനം എത്രത്തോളമായിരിക്കും നമ്മൾ വളരെ ഈഗർലി വെയിറ്റ് ചെയ്തൊക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് താരങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. വൈഭവ് പറയുന്നു ആദ്യത്തെ ഓവറിൽ തന്നെ ആരായാലും 6 അടിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. ആർച്ചർ വരുന്നു, ആർച്ചർ 6 അടിക്കുന്നു. ആർച്ചർ അതിനു മുമ്പ് പറയുന്നുണ്ട് വൈഭവിനെ അവർ IPL ഒരു ടീമിലാണ് കളിക്കുന്നത്, രാജസ്ഥാൻ റോയൽസിലാണ്. അപ്പോൾ നെറ്റ്സിൽ ഞാൻ ഒരുപാട് തവണ പുറത്താക്കിയിട്ടുണ്ട്. വൈഭവിനെ പുറത്താക്കാനുള്ള ഐഡിയ എനിക്കറിയാം. ഞങ്ങൾ 10 ബോളിൻ്റെ ഇടയിൽ തന്നെ വൈഭവിനെ പുറത്താക്കുമെന്ന് പറയുന്നു. അവർ കൃത്യമായിട്ട് നടപ്പിലാക്കി. വൈഭവ് 6 അടിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു. അപ്പോൾ ബുംറ കമ്മിൻസ് അടക്കമുള്ളവരെ 6 അടിക്കുന്നുണ്ട്. ആർച്ചറിന്റെ ബോളിൽ 6 അടിക്കുന്നു. അപ്പോൾ ഒരു 15-കാരൻ്റെ അരങ്ങേറ്റം വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ നമ്മൾ കാണുന്നു. പക്ഷേ ആർക്കു വേണ്ടി, ആരെ പുറത്താക്കി എന്നുള്ള ഒരു ചോദ്യം കൂടി പ്രസക്തമാണ്. അതിലേക്ക് തന്നെയാണ് എൻ്റെ പോയിന്റ് ഫസ്റ്റ് വരുന്നത്. അതായത് എത്ര പെട്ടെന്നാണ് നമ്മൾ കാര്യങ്ങളൊക്കെ മറക്കുന്നത്. ഈ കൈൻഡ് ഓഫ് നന്ദിയില്ലാത്ത പരിപാടി കാണിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ രീതിയിലാണ്. അപ്പോൾ ലിറ്ററലി നോക്കൗട്ടായ 3 മത്സരങ്ങളിൽ സഞ്ജു സാംസൺ നമ്മൾ ഒരുപാട് പറഞ്ഞാണ്, എന്നാൽ പോലും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, 97 റൺസ് വെസ്റ്റ് ഇൻഡീസിനെതിരെ. അപ്പോൾ സഞ്ജു വേൾഡ് കപ്പ് എല്ലാം കഴിഞ്ഞ് ഒരു ഹീറോയിസ്റ്റിക് വെൽക്കം അദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഈ വേൾഡ് കപ്പിൽ സഞ്ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഇന്നിങ്സ് ചോദിക്കുമ്പോൾ ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 97 റൺസ് നോട്ട് ഔട്ടാണ് പറയുന്നത്. അദ്ദേഹം ഫൈനലിൽ ഉൾപ്പെടെ ഗംഭീരമായ പ്രകടനം നടത്തി ജയിപ്പിച്ചതാണ്. അതൊന്നുമല്ല പറയുന്നത്. മുംബൈ വാങ്കഡയിൽ നടത്തിയിട്ടുണ്ട്, അതൊന്നുമല്ല വെസ്റ്റ് ഇൻഡീസിന്. അത് വിർച്വലി നോക്കൗട്ട് മത്സരമായിരുന്നു. ആ മത്സരം വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമിയിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതൊരു പക്ക കാൽക്കുലേറ്റഡ് ഇന്നിങ്സ്. അതത്ര ബാറ്റിംഗ് ദുഷ്കരമായ കണ്ടീഷനിൽ ചേസിംഗിൽ ഒരു 97 റൺസ് എടുത്ത് ഇന്ത്യയെ വിജയിപ്പിച്ചു. അതിനുശേഷമുള്ള ഹെൽമെറ്റ് ഊരി എറിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനൊക്കെ വലിയ രീതിയിൽ നമ്മൾ ആഘോഷിച്ചതാണ്. അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ ഒരു 89 റൺസ് സഞ്ജു എടുക്കുന്ന നോട്ടൗട്ട് വിജയത്തിലെത്തിക്കുന്നു. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ വീണ്ടും 89 റൺസ് എടുക്കുന്നു, പുറത്താവുന്നു. സഞ്ജു പുറത്തായ ശേഷം ഏത് രീതിയിലാണ് ഇന്ത്യ പിന്നീട് തകർന്നടിഞ്ഞത്. ഒരാൾക്കും പിന്നീട് അന്ന് അഭിഷേക് മാത്രമാണ് സഞ്ജുവിനെ പിന്തുണ കൊടുത്തത്. വേറെ ആർക്കും കാര്യമായിട്ട് തിളങ്ങാൻ കഴിഞ്ഞില്ല, പ്രതീക്ഷിച്ച സ്കോർ വന്നില്ല. പക്ഷേ ബൗളിങ്ങിലെ മികവ് കൊണ്ട് ഇന്ത്യ എത്തുകയാണ്. അങ്ങനെ 3 മാച്ചിൻ്റെ ഒരു മാത്രം ഒരു ബലത്തിൽ ഒരു താരം പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആവുകയാണ് T20 വേൾഡ് കപ്പിൽ. അതിനുശേഷം പിന്നീട് ഇന്ത്യക്ക് നല്ലൊരു ഗ്യാപ്പ്, ഒരു IPL വന്നു, ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ ഇന്ത്യ കളിക്കുന്നത്
അയർലൻഡിൽ. അത് അത്ര ബലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പ്രകടനത്തെക്കുറിച്ചോ നമ്മൾ അത്ര വാചാലരാവുന്നില്ല, എതിരാളികൾ അയർലൻഡ് ആയതുകൊണ്ടായിരിക്കണം. അത് അത്ര അപ്രസക്തം എന്നൊക്കെ പറയാവുന്നൊരു സീരീസിൽ 2 മാച്ച് സഞ്ജു മോശം പ്രകടനം നടത്തുന്നു. ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മത്സരത്തിൽ സഞ്ജു 1 റൺസ് മാത്രം എടുത്ത് പുറത്താവുന്നു. അപ്പോഴേക്ക് സഞ്ജുവിനെ പുറത്താക്കി എന്നുള്ളതാണ്. അതായത് 3 അതിഗംഭീരമായ ക്രിക്കറ്റ് ചരിത്രത്തിലെ 3 ബെസ്റ്റ് ഇന്നിങ്സ്, T20 ഹിസ്റ്ററിയിലെ 3 ബെസ്റ്റ് ഇന്നിങ്സ് കളിച്ച താരത്തിനെ 3 മത്സരം കൊണ്ട് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അത് അംഗീകരിക്കാനും ന്യായീകരിക്കാനും കഴിയുന്നതല്ല. വൈഭവ് വരട്ടെ, നല്ല കാര്യം. വൈഭവും അഭിഷേകും കൂടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതും നല്ല കാര്യം. സഞ്ജുവിനെ 1 റൺ പോസ്റ്റിൽ പരീക്ഷിക്കാമല്ലോ, ഇഷാനെ 4 നമ്പറിൽ കളിപ്പിക്കാമല്ലോ. ഇച്ചിരി അങ്ങോട്ട് നീങ്ങി അതിന് പകരം നമുക്ക് തിലക് വർമ്മ ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ രക്ഷപ്പെട്ടു പോവാണ്. ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഞാൻ MSKനൊപ്പം ചേരുന്നു. തിലകിനെ വൈസ് ക്യാപ്റ്റനാക്കി ആദ്യം തന്നെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെ സേഫ് ആക്കി വെച്ചിട്ടാണ് കളിക്കുന്നത്. തിലക് വർമ്മ അത്ര ഗംഭീരമായ പെർഫോമൻസ് നടത്തുന്നത്. ഇപ്പോ പക്ഷെ ഇന്നൊരു കാമ്യ പ്രകടനം നടത്തിയിരുന്നു. ഏഷ്യ കപ്പ് ഫൈനലിൽ വെച്ചിട്ട് അതിനുശേഷമുള്ള തിലക് വർമ്മയുടെ പെർഫോമൻസ് ഒക്കെ ലോ ലെവൽ. അപ്പൊ കഴിഞ്ഞ 3 മാച്ചിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു 55, ഒരു 13, ഒരു 20. ഇന്നത്തെ ഒരു ക്യാമ്പ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കോൺഫിഡൻസ് അല്ല അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ 3 വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ മാച്ചിനെ പുറത്താക്കിയാലും തനിക്കിവിടെ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്ലെയർക്കായാലും നന്നായിട്ട് കളിക്കാൻ കഴിയുമല്ലോ. അതിൻ്റെ ഒരു ഇത് ബലമായിട്ട് നിന്ന് കൂട്ടിയാൽ മതി. അയർലൻഡിനെതിരായാലും 55, 13 വരുന്ന അദ്ദേഹത്തിന്റെ സ്കോർ ഭയങ്കരമായ സ്കോറുകളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ 48 ബോളിനാണ് എടുത്തതും കൂടി. അതെ. ഇഷാൻ പിന്നെ ഏറെക്കുറെ ഒരു കൺസിസ്റ്റൻസി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് 49 അടിച്ചാൽ പോലും അത് 40 ബോൾ അദ്ദേഹത്തിന്. അതായത് ഒരു മോഡേൺ T20 അവിടെ ഒരു കണ്ടീഷൻ വ്യത്യാസമാണ്. തുടക്കത്തിൽ 2 വിക്കറ്റുകൾ വളരെ വേഗം പോയതിന് ശേഷം മോഡേൺ T20 ഒരു 40 ബോളൊക്കെ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ 80 റൺസ് എടുക്കണം നമ്മള്. അല്ലാതെ ഒരു 40 ബോളൊക്കെ ലിറ്ററലി നമ്മൾ ബോൾ തിന്നുക എന്ന് പറയുന്നത് ആ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സഞ്ജുവിനെ ഒഴിവാക്കണമെങ്കിൽ അവിടെ ഒരുപാട് പ്ലേയേഴ്സ്. ഇപ്പോൾ നമ്മൾ ഓൾറൗണ്ടേഴ്സിനെ ഒത്തുവച്ചു. ശിവൻ ദുബെ അടക്കമുള്ള താരങ്ങളെ കളിപ്പിക്കുന്നുണ്ട്. ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ്. എന്നാൽ ശിവൻ ദുബൈക്ക് ബോൾ കൊടുത്തോ? ഇല്ല, അദ്ദേഹം പന്തറിഞ്ഞിട്ടില്ല. 3 സ്പിന്നർമാരെ കളിപ്പിക്കുന്നുണ്ട്. 2 സ്പിന്നർമാരെ കളിപ്പിച്ചാൽ പോരെ. പാർട്ട് ടൈമായിട്ട് അഭിഷേക് ശർമ്മ അറിയാറുണ്ടല്ലോ, അദ്ദേഹം വേൾഡ് കപ്പിലടക്കം എറിഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ മാറ്റാൻ നമുക്ക് പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. പക്ഷേ ഫസ്റ്റ് ചോയ്സ്, ഫസ്റ്റ് ഉരുളിൻ്റെ തല സഞ്ജുവിൻ്റേതാണെന്നുള്ളൊരു തീരുമാനം മാനേജ്മെൻറ്റിലുണ്ട്. അത് ഇത്രയും ഹീറോയിസ്റ്റിക് പെർഫോമൻസ് നടത്തിയിട്ടും അതിനൊരു മാറ്റമില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. സിമ്പിൾ ഒരു കാര്യം കൂടി, ഇപ്പോൾ ആ T20 വേൾഡ് കപ്പ് നേടിയതിനു ശേഷം അദ്ദേഹം സഞ്ജു ആ പോഡിയത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഷോബോഗിലേക്ക് എടുത്തിരുന്നത്. ആ സമയത്ത് സഞ്ജു ഏറെക്കുറെ സഞ്ജുവിനോട് പേഴ്സണലി ബന്ധമുള്ള നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പോൾ സഞ്ജു എന്തായിരിക്കും മനസ്സിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, ഇനി കുറച്ച് നാളത്തേക്ക് എൻ്റെ സ്പോട്ട് സേഫ് ആയിരിക്കും എന്നുള്ള ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് തോട്ടിലുണ്ടാവും. കാരണം അതിന് തൊട്ടു മുമ്പുള്ള സീരീസുകളിൽ എല്ലാം വരെ ഗംഭീരമായി കളിച്ചാലും പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സഞ്ജുവിന് ആ ന്യൂസിലൻഡ് സീരീസ് അടക്കം കുറച്ച് മോശം റൺ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഗംഭീരമായി കളിക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഞാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് എടുത്തു കൊടുത്തു, ലിറ്ററലി അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്തു കൊടുത്തു. ഇനിയെങ്കിലും എനിക്ക് കുറച്ച് നാളൊരു ഫ്രീ റണ്ണ് കിട്ടും, വലിയ ബാധ്യതയൊന്നും ഇല്ലാതെ എനിക്ക് കളിക്കാൻ കഴിയും, ഫ്രീ ആയിട്ട് കളിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ആ താരത്തിനെ വീണ്ടും വെട്ടാണ്. ഫസ്റ്റ് വെട്ടാൻ പോകുന്നത് തല സഞ്ജുവിൻ്റെതാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇതിലൊരു കാര്യം ജയേഷ് പറഞ്ഞതിൽ അഡീഷണൽ ആയിട്ടുള്ളത്, ഇവ വൈഭവ് വന്ന സമയത്ത് പിന്നെ ഈ ആര് വൈഭവിന് പകരം വൈഭവ് ആർക്ക് പകരം ടീമിലേക്ക് എത്തും എന്നുള്ളതിന് സഞ്ജുവിന്റെ മാത്രമാണ് ആ സമയത്തൊക്കെ വാർത്തയായിട്ട് വന്നത്. എന്തുകൊണ്ട് സഞ്ജു എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു ചോദ്യമാണ്. കാരണം മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം സഞ്ജു ഉണ്ടായിട്ട് കൂടി സഞ്ജുവിൽ നിന്നും കീപ്പിംഗ് ഗ്ലൗ എടുത്തിട്ട് ഇഷാൻ കിഷന് കൊടുത്തു. സഞ്ജു തീർച്ചയായിട്ടും അയാൾ ഒഴിവാക്കുകയാണ് എന്നുള്ള ലൈനിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഇപ്പൊ 2014 അരങ്ങേറിയ മനുഷ്യനാണ്. ഈ ടീമിലെ ഏതെങ്കിലും ഒരു താരം 2014 മുമ്പോ അല്ലെങ്കിൽ 2000 അരങ്ങേറിയിട്ടുണ്ട്. സഞ്ജുവിന്റെ ഒരുപക്ഷെ ഏറ്റവും സീനിയർ സഞ്ജു ആണ് ഈ ടീമിലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. വെറും 65 T20 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. അഭിഷേക് ശർമ്മയൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ വന്ന അഭിഷേക് പോലും ഏതാണ്ട് 50 T20 മത്സരങ്ങൾ കളിച്ചു. അപ്പൊ സഞ്ജുവിന് ഒരിക്കലും ഒരു ലോങ് റൺ കിട്ടിയിരുന്നില്ല. അദ്ദേഹം പെർഫോം ചെയ്തിട്ട് പോലും ലോങ് റൺ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വൈഭവ് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ ഒഴിവാക്കും എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകളും മറ്റുമൊക്കെ വന്നത്. ഇതിൽ ഏറ്റവും നീതികേട് നേരിട്ട മറ്റൊരാൾ സൂര്യകുമാർ യാദവാണ്. ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം സഞ്ജുവിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് ഗൗതം ഗംഭീർ ആയിരുന്നില്ല, സൂര്യകുമാർ യാദവ് ആയിരുന്നു എന്നുള്ളൊരു സത്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് തോന്നുന്നു. അതായത് വേൾഡ് കപ്പ് വിൻ ചെയ്ത ക്യാപ്റ്റനെ പറഞ്ഞു വിട്ടു. വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയ താരവും അടുത്ത സീരീസിൽ ഇല്ല എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നുണ്ട്. ഒപ്പം ഇപ്പൊ പകരം വന്ന ശ്രേയസ് ആയിക്കോട്ടെ. ശ്രേയസ് നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാണുന്നൊരു
പ്ലെയറാണ്. ആവറേജ് പക്ഷെ ഒരു പെട്ടെന്ന് ഒരു 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 നല്ല പീക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന നേരം പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് വീണ പോലെയാണ് ഇപ്പോൾ ശ്രേയസിന്റെ അവസ്ഥ. അവസാന 11 ശ്രേയസ് ക്യാപ്റ്റനായി IPL ഉൾപ്പെടെ അവസാന 11 മത്സരങ്ങളിൽ 9 അദ്ദേഹം തോറ്റു. ഒരു വിജയം മാത്രമാണുള്ളത് IPL ഒന്നിപ്പോൾ ഒരു നോ റിസൾട്ടും ഫസ്റ്റ് T20. അപ്പോൾ ഒരു ക്യാപ്റ്റൻസി പീക്ക് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ ഒരു വിന്നിംഗ് പെർസെൻറ്റേജ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതും ചോദ്യം ചെയ്യപ്പെടണം. മാത്രമല്ല ചില തീരുമാനങ്ങളും വലിയ രീതിയിൽ അത് അദ്ദേഹം വിശ്വാസത്തിൽ എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അയർലൻഡിനെതിരെ ടോസ് കിട്ടിയിട്ടും ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു. അവിടെ ഒരു ഡ്രിസിലുണ്ട്, ഒരു വിൻഡ് കണ്ടീഷനാണ്, കുറെ കൂടി പേസ് ആയതാണ്. സ്വാഭാവികമായിട്ടും ചേസിങ്ങിനാണ് ശ്രമിക്കാറുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ടീമിൽ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ആദ്യം ബാറ്റർമാരെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ബാറ്റിംഗ് ആണ് ആദ്യം എടുക്കാൻ നിൽക്കുന്നത്. അതൊക്കെ ഏത് തരത്തിൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പിന്നേഴ്സിനെ ഫസ്റ്റ് ആയൊരു ട്രാക്കിൽ 3 സ്പിന്നേഴ്സിനെ വെച്ച് കളിപ്പിക്കാൻ നോക്കുന്നു. ഓൾറൗണ്ടറായി മാത്രം എടുക്കുന്ന ശിവം ദുബെയ്ക്ക് പന്ത് കൊടുക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് കുറച്ച് സമയം നമുക്ക് കൊടുക്കാൻ ഈ തോന്നുന്നു. പരമ്പരയോട് കൂടി അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇതൊരു വലിയ പരമ്പരയാണല്ലോ. ഈ പരമ്പര ജയിച്ചില്ലെങ്കിൽ എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് കഴിഞ്ഞ കളിയിലും മഴയത്ത് ഒലിച്ചുപോയ ഫസ്റ്റ് കളിയിലും ഇന്ത്യ ഭേദപ്പെട്ട സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ വിജയിക്കാനുള്ള സ്കോർ ഇല്ല. സ്കോർ അല്ല ആയിരിക്കാം. അത് പക്ഷേ ഒരിക്കലും അതല്ല. ഇന്നിപ്പോ ഒരു 190 അടിച്ചിട്ടും ചേസ് ചെയ്തിരിക്കുന്നത് ജയിക്കാനുള്ള സ്കോർ. അപ്പൊ അത് ജയിക്കാനുള്ള സ്കോർ അല്ല. പക്ഷേ ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ എന്തായാലും ബൗളർമാരെ സംബന്ധിച്ചാണെങ്കിൽ അർഷദീപ് മികച്ചൊരു തുടക്കം നൽകി. പക്ഷേ അത് ഫലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് 2-ാം ഓവറിൽ തന്നെ അദ്ദേഹം പ്രഹരമേൽക്കുന്ന കണ്ടു. 2 മത്സരം കഴിഞ്ഞു. അടുത്ത നോട്ടിംഗ്ഹാമിലേക്കാണ്. ഈ മത്സരത്തിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും? പരമ്പര അനായാസം ഇംഗ്ലണ്ട് തൂക്കാനാണോ സാധ്യത? മറുഭാഗത്ത് അതല്ല, വൈഭവ് സൂര്യവംശി എന്ന എക്സ് ഫാക്ടർ എത്രത്തോളം ഇന്ത്യൻ ടീമിൻ്റെ ഒരു തിരിച്ചുവരവിൽ ക്രൂഷ്യലായിട്ടുള്ള ഘടകമാണ്? അദ്ദേഹം തിളങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ഇന്ത്യൻ കണ്ടീഷനിലല്ല അദ്ദേഹം കളിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഒന്ന് കണക്കാക്കണം. വൈഭവിനെ ഇന്ന് അവർ പുറത്താക്കിയ പന്തും ആ ഒരു തന്ത്രമൊക്കെ കൃത്യമായിരുന്നു. കാരണം വൈഭവ് ഫസ്റ്റ് പേസേഴ്സിന് വൈഭവ് നന്നായിട്ട് പിന്നെ കളിക്കുന്നതാണ്. അപ്പം വൈഭവ് പേസിനെതിരെ റൂം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ലെഗ് സ്റ്റംപ് ലൈനിൽ മിഡിൽ എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിവേഗ പന്തുകളുമായിരുന്നു. സ്വിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം റൂം ഉണ്ടാക്കി കളിക്കും, സ്പേസ് ഉണ്ടാക്കി പക്ഷെ കളിക്കുന്നു. സ്പിന്നേഴ്സിന് വരുമ്പോൾ വിൽ ജാക്സന്റെ പന്തിലാണ് അദ്ദേഹം അതും ഗംഭീര ഒരു നീക്കമാണ്. കൃത്യമായിട്ടും വിൽ ജാക്സനെ ഇപ്പം നമ്മൾ ഈ ലോകകപ്പിന്റെ സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിന് ഉൾപ്പെടുത്തിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിന് പിന്നെ ലെഫ്റ്റീസിനെ പുറത്താക്കാൻ വേണ്ടി ഓഫ് സ്പിന്നർമാർക്ക് കൊണ്ടുവരുന്ന പരിപാടി അത് എല്ലാ ടീമും വിജയിച്ചതാണ്. ഇവിടെയും അത് പൊളിച്ചു കൊടുത്തത് സഞ്ജു സാംസൺ ആയിരുന്നു. പക്ഷെ ഇവിടെ അത് വീണ്ടും വിജയിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയിൽ നോക്കുമ്പോൾ 7 പേരിൽ 6 പേരും മുൻനിര ബാറ്റർമാരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ വൈഭവിനെ സംബന്ധിച്ചിടത്തോളം വൈഭവ് പിന്നെ IPL-ലും ഫസ്റ്റ് 6 അടിച്ച് തുടങ്ങുന്നു, ഇവിടെയും 6 അടിച്ച് തുടങ്ങുന്നു. ഒരു ഓവർ അഗ്രസീവ് അദ്ദേഹത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. കാരണം ഇന്നത്തെ മത്സരത്തിൽ ആ ഒരു സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് കളിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ രീതിയായിരിക്കാം. പക്ഷെ സ്പിന്നറാണ്. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് പിന്നെ ഇപ്പം സ്പിന്നേഴ്സിൽ ഇപ്പം ലോകകപ്പിൽ വിജയിച്ചൊരു തന്ത്രമായിരുന്നു അത്. അപ്പം സ്പിന്നേഴ്സിന് കളിക്കുന്നതിൽ അദ്ദേഹം കുറച്ചുകൂടി പിന്നെ അങ്ങനെ ഓവർ അഗ്രസീവ് കളിക്കുന്നതിന് പകരം കുറച്ചുകൂടി അടുത്ത മത്സരത്തിൽ അദ്ദേഹം വേറൊരു തരത്തിലേക്ക് കളിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം എത്രത്തോളം പിന്നെ ഇത്രയും സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടാവും. കാരണം എല്ലാവരും ഈ സ്പെക്കുലേഷൻസ് ഇങ്ങനെ കൂടി വരുന്നൊരു സമയമാണ്. അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക എന്നുള്ള തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇക്കാര്യത്തിൽ വൈഭവിനെ കുറച്ച് സമയം കൊടുക്കുക. അദ്ദേഹം ആദ്യത്തെ മാച്ചിലായിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ശൈലിയിൽ കളിക്കട്ടെ. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ശൈലിയാണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അത് അദ്ദേഹം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഇന്ത്യ എന്തായാലും അദ്ദേഹത്തിന് സമയം കൊടുക്കട്ടെ, കുഴപ്പമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമി പ്രതീക്ഷിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെയാണോ അതോ വീരേന്ദ്ര സെവാഗിനെയാണോ? എങ്ങനെയാണ്? കാരണം ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറെ സൂചിപ്പിക്കാൻ കാരണം അദ്ദേഹവും തുടക്കകാലത്ത് ആക്രമണാത്മകമായ ബാറ്റിംഗ് കാഴ്ചവെച്ചിട്ടുള്ള താരം തന്നെയാണ്. 17-ാം വയസ്സിൽ അദ്ദേഹം 16-ാം വയസ്സിൽ അരങ്ങേറ്റം കുറിക്കുന്നു. അദ്ദേഹവും നേരിട്ടത് ലോകത്തെ അന്നത്തെ ഏറ്റവും മികച്ച പേസ് നിരയാണ്. ഇമ്രാൻഖാനും വഖർ യൂനിസും വാസിം അക്രവും ഉള്ള ടീമിനെതിരെ. അത് മാത്രമല്ല സിയാൽകോട്ടിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് ഏറുകൊണ്ട് ചോര വന്നിട്ട് ഖേലൂങ്ക എന്ന് പറഞ്ഞ് കളിച്ചൊരു താരമാണ് അദ്ദേഹം. അന്നത്തെ അബ്ദുൽ ഖാദറിനെതിരെ 4 ഓവറിൽ 4 6 അടിക്കുന്ന 16-കാരൻ ചർച്ചയാവുന്നത്. പക്ഷേ ഈ ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴേ ഒരു കൗതുകമുണ്ട്, ഒരു യാദൃശ്ചികത കൂടിയുണ്ട്. മാത്രമല്ല എന്താണെന്ന് വെച്ചാൽ 17-കാരനായ സച്ചിൻ അദ്ദേഹത്തിൻ്റെ 100 സെഞ്ചുറികളിലേക്കുള്ള യാത്ര തുടങ്ങിയ ഗ്രൗണ്ടാണ് ഓൾഡ് ട്രാഫോർഡ്. അദ്ദേഹം 17-ാം വയസ്സിലെ ആദ്യ അന്താരാഷ്ട്ര സെഞ്ചുറി കുറിക്കുന്ന അവിടെയാണ് ഇപ്പോൾ വൈഭവ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വൈഭവിൻ്റെ രീതി എങ്ങോട്ടേക്കെന്നുള്ളതാണ് ഞാൻ കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യം. അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം. സച്ചിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ലെവലിലേക്കാണോ അദ്ദേഹത്തിൻ്റെ പോകാൻ ഉദ്ദേശിക്കുന്നത്, അതോ വീരേന്ദർ സെവാഗിനെ പോലെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വേറൊരു കൗതുകം കൂടിയുണ്ട്. ഈ പറയുന്ന സച്ചിനും വീരേന്ദർ സെവാഗും ഇങ്ങനെയുള്ള ബാറ്റർമാരൊക്കെ അവരുടെ ആദ്യ കളികളിൽ പരാജയപ്പെട്ടവരാണ്. സച്ചിൻ ആദ്യ ഇന്നിങ്സിൽ 15 റൺസാണ് എടുത്തത്. സെവാഗ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഏകദിനത്തിൽ 1 റൺസിനാണ് പുറത്താവുന്നത്. ഇദ്ദേഹം 14 റൺസിൽ T20-യിൽ അദ്ദേഹം പുറത്താകുന്നു. അപ്പോൾ
വലിയൊരു യാത്രയിലേക്കുള്ള തുടക്കമാണെന്ന് നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാം. പക്ഷെ അത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതാണ് ഇനി നമുക്കറിയാനുള്ളത്. അപ്പോൾ ആ പ്രതീക്ഷ എന്താണെന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും വൈഭവിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 പതിറ്റാണ്ടെങ്കിലും മുമ്പ് നിൽക്കുന്ന ഒരു കരിയർ അദ്ദേഹത്തിനുണ്ടാവും. തീർച്ചയായിട്ടും ഇപ്പോൾ സച്ചിൻ്റെ കാലഘട്ടം എടുക്കുകയാണെങ്കിലും സെവാഗിൻ്റെ കാലഘട്ടം എടുക്കുകയാണെങ്കിലും വൈഭവിൻ്റെ കാലഘട്ടം എടുക്കുകയാണെങ്കിലൊക്കെ ഡിഫറെൻറ്റ് എറാസാണ്. ഇപ്പം സച്ചിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിനായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ടെസ്റ്റിൽ എങ്ങനെ നിങ്ങൾ ശോഭിച്ചു. ഇപ്പം ഓൾഡ് ട്രാഫോർഡിലാണെങ്കിലും അദ്ദേഹം ടെസ്റ്റിലാണ് ആദ്യമായിട്ട് സെഞ്ചുറി അടിച്ചത്. സച്ചിൻ ഓപ്പണറായിട്ട് ഇറങ്ങുന്നത് പോലും 94-ലാണ്. അപ്പം അബ്ദുൽ ഖാദറിനെതിരെയൊക്കെയുള്ള 6 ഉണ്ട്. പക്ഷെ അതൊക്കെ പിന്നെ ഈ മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടൊരു മത്സരമായിരുന്നു. അതൊരു പ്രദർശന മത്സരം. പ്രദർശന മത്സരമായിരുന്നു. അപ്പം ആ സമയത്ത് ടെസ്റ്റിൽ നിങ്ങൾ എത്രത്തോളം കളിക്കുന്നു അല്ലെങ്കിൽ ടെസ്റ്റിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് എന്ന ലൈനിലായിരുന്നു ആ സമയത്ത് കണക്കാക്കപ്പെട്ടിരുന്നത്. കാരണം ആ സമയത്ത് സച്ചിൻ ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലെജൻഡ് എന്നുള്ളത് പിന്നെ സുനിൽ ഗവാസ്കർ ആയിരുന്നു. ഗവാസ്കർ അദ്ദേഹം 10,000 റൺസ് ടെസ്റ്റിൽ തികക്കുന്നു, 35 സെഞ്ചുറികൾ തികക്കുന്നു. ആ റെയിൽ ഗവാസ്കർ ആയിരുന്നു ഐഡൽ. സച്ചിൻ വരുന്ന സമയത്താണ് ഒരു 90s-ലാണ് ഈ പിന്നെ നമ്മുടെ വർണ്ണക്കുപ്പായം ഇട്ടുകൊണ്ടുള്ള ഏകദിന മത്സരങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ 50 ഓവർ മാച്ച് എന്ന രീതിയിൽ നോക്കുമ്പോൾ സച്ചിൻ അവിടെ ഡൊമിനേറ്റ് ചെയ്യുന്നു. 90-കൾ മൊത്തം സച്ചിൻ 50 ഓവർ മാച്ചുകളിൽ ഏകദിന മത്സരങ്ങൾ ഡൊമിനേറ്റ് ചെയ്തൊരു കാലഘട്ടമായിരുന്നു. വീരേന്ദ്ര സെവാഗ് വന്ന സമയത്തും ഏകദിനത്തിന്റെ അവസാന കാലഘട്ടം T20 വരുന്ന ഗതിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം വൈഭവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് ഏകദിന ക്രിക്കറ്റിന് ഏത് സമയവും മരിക്കും എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ടെസ്റ്റ് ക്രിക്കറ്റും അതുപോലെ തന്നെ T20 ക്രിക്കറ്റും T20 ക്രിക്കറ്റ് ആയിരിക്കും നെക്സ്റ്റ് എന്ന രീതിയിൽ ആളുകളൊക്കെ ടെസ്റ്റിനേക്കാൾ ഒരു പടി മുകളിൽ T20 ക്രിക്കറ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വൈബിനെ അവിടെ ഗംഭീരമാണ് കേട്ടോ. ഇംഗ്ലണ്ട് ഗംഭീരമാണ്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ ഒക്കെ കളിക്കുന്നത് ആണ്. പക്ഷേ ഇപ്പൊ ലോകമാകമാനം T20 ക്രിക്കറ്റുകൾ വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ ഈവൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. പോർച്ചുഗൽ ടീമിലേക്ക് പിന്നെ നമ്മുടെ ഇതിന്റെ ഓസ്ട്രേലിയയുടെ പഴയ ക്രിക്കറ്ററൊക്കെ പോർച്ചുഗൽ ടീമിലേക്ക് വന്നു എന്ന രീതിയിലുള്ള വാർത്ത ഉണ്ടായിരുന്നു. പോർച്ചുഗലിനെ പോലുള്ള ഫുട്ബോൾ നാഷൻ പോലും ക്രിക്കറ്റിലേക്ക് വരുന്നു. ഇറ്റലി ക്രിക്കറ്റ് ലോകകപ്പ് കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ T20 ക്രിക്കറ്റ് ലോകമാകമാനം മാറുന്ന സമയത്ത് വൈഭവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ആക്രമണ ശൈലി നോക്കുമ്പോൾ സുനിൽ ഗവാസ്കർ എങ്ങനെയാണോ ഒരു കാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലെ രാജകുമാരനായത്, സച്ചിൻ എങ്ങനെയാണോ ഒരു കാലത്ത് ഏകദിനങ്ങളിലെ രാജകുമാരനായത്, അതുപോലെ വൈഭവ് T20 ക്രിക്കറ്റ് മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു എറയായിരിക്കും. സച്ചിനേക്കാൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്നെ മാധ്യമ ശ്രദ്ധയും അതുപോലെ തന്നെ സച്ചിനേക്കാൾ വിസ്ഫോടനാത്മകമായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു ഫോർമാറ്റിൽ കളിക്കാൻ കഴിയും. ഇതിലെ വലിയൊരു സ്റ്റാറായിട്ട് അദ്ദേഹം വിരമിക്കുന്നതിനാണ് 20 വർഷത്തിന് ശേഷം നമ്മൾ അങ്ങനെ വിരമിക്കുന്ന ഒരു വൈഭവിനെ ആയിരിക്കും ഇരിക്കുന്നവർ പറയുമായിരിക്കും. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് ഈ ഫോർമാറ്റാണ്. സച്ചിൻ ഒരു ഏകദിനത്തിന്റെ രാജകുമാരൻ. ഏകദിനം മാത്രമല്ല, ടെസ്റ്റിൽ ഈ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ക്രിക്കറ്റർമാരിൽ ഒരാളാണ്. എങ്കിൽ കൂടിയും വൈഭവ് T20 സച്ചിൻ T20-യിൽ അത്ര വലിയ പിന്നെ റെക്കോർഡുകളൊന്നും അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം വരുമ്പോഴത്തേക്കും T20 പിന്നെ കളിച്ച സമയങ്ങള് ഇപ്പോ ഏകദിനത്തിൽ പോലും 300 വലിയ കാലമായിട്ടിരിക്കുന്ന കാലം. ഇതിപ്പോ മോഡേൺ T20-യിൽ 300 എപ്പോ ആര് പെട്ടെന്ന് ബീറ്റ് ചെയ്യുന്നുള്ള ചർച്ച നടക്കുന്ന സമയമാണ്. മറ്റേത് ഏകദിനത്തിൽ പോലും അടിക്കുന്ന വലിയ കാലമായ സമയവും ഈ സമയം തമ്മിലുള്ള മോഡേൺ T20-യുടെ കാലം ഡിഫറെന്റ് എറാസ് ആണ്. വൈഭവ് ഒരുപക്ഷെ T20-യിൽ മൊത്തം ഡോമിനേറ്റ് ചെയ്യുന്ന ഇപ്പം യൂണിവേഴ്സൽ ബേബി ബോസ് എന്നാണ്. T20 ക്രിക്കറ്റ് എന്നുള്ളത് ഡോമിനേറ്റ് ചെയ്തിരുന്നത് ക്രിസ് ഗെയിൽ ആയിരുന്നു കുറച്ചു കാലം. പക്ഷെ ക്രിസ് ഗെയിലിനേക്കാൾ മുകളിലേക്ക് ഇദ്ദേഹം എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ലോങ് റൺ കിട്ടട്ടെ, അതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാലത്തും പറയാറുണ്ടല്ലോ സച്ചിൻ്റെ റെക്കോർഡുകൾ ഒരുപക്ഷെ വിരാട് കോഹ്ലി തകർക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ്. അതായത് ലോങ് റൺ വേണം, അദ്ദേഹത്തിന് പരിക്കുകളില്ലാത്ത ഒരു കരിയർ ആവശ്യമാണ്, മികച്ച മത്സരങ്ങൾ വേണം, കൂടുതൽ മത്സരങ്ങൾ വേണം. ഇതൊക്കെയാണ് വൈഭവിനെ മുന്നിൽ കാത്തിരിക്കുന്നൊരു കാര്യം. എന്തായാലും ഇപ്പോൾ MSK പറഞ്ഞതുപോലെ അദ്ദേഹം 2020-യുടെ ഒരു രാജാവായി മാറും എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. അതായത് 14 റൺസിൽ അദ്ദേഹം പുറത്താകുന്നു എന്നതൊരു പുറത്താകലിൻ്റേതായിട്ട് നമുക്ക് കണക്കാക്കേണ്ട അദ്ദേഹത്തിൻ്റെ. പക്ഷേ ആദ്യ മത്സരത്തിൽ ഒരു പരിഭ്രമവും കൂടാതെ കളിച്ചു ഒരു 15-കാരൻ എന്നുള്ളതാണ്. അതും ജോഫ്ര ആർച്ചർ 150 കിലോമീറ്റർ പ്ലസ് വേഗത്തിലെറിയുന്ന ഒരു ബൗളർക്കെതിരെ അദ്ദേഹം കളിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. മറുഭാഗത്ത് നിരാശയുമുണ്ട് സ്വാഭാവികമായിട്ടും. സഞ്ജു എങ്ങനെ മാറ്റപ്പെടേണ്ടവനാണോ എന്നുള്ളത്. അദ്ദേഹവും അടുത്ത മത്സരത്തിൽ തന്നെ ടീമിലേക്ക് മടങ്ങിയെത്തട്ടെ. മറുഭാഗത്ത് ഈ കളിയിൽ ശോഭിക്കാത്തവർ മാറി നിൽക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ആഗ്രഹിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി, സഞ്ജു അങ്ങനെ മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം ഈ ലോകകപ്പിന്റെ സമയത്ത് പോലും അദ്ദേഹത്തെ ഇങ്ങനെ എഴുതി തള്ളിയൊരു സമയമായിരുന്നു. അപ്പം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ ഓൾറെഡി തോറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സഞ്ജുവിന് വേണ്ടിയിട്ട് സഞ്ജു മടങ്ങി വരാനുള്ള ഒരു സ്റ്റേജ് കൂടിയാണ് അടുത്ത 2-3 മത്സരങ്ങളിലൂടെ ഒരുങ്ങാൻ സാധ്യത ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഗ്രാൻഡ് കംബാക്കിനും സാധ്യതയുണ്ട് സഞ്ജു. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാൻഡ് എൻട്രി, അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള പരമ്പരയിൽ അദ്ദേഹം T20-യിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ശോഭിച്ചിട്ടുമുണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ മികച്ചൊരു കംബാക്ക് സഞ്ജുവിന് സാധ്യമാകട്ടെ എന്നുള്ള പ്രതീക്ഷയോട് നമുക്ക് അവസാനിപ്പിക്കാം. ലോകകപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ടാക്ടിക്സിൽ കാണാം.